ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ യൂട്യൂബില് തമ്പനയിൽ എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ്, അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാറ് ഇൻഷോട്ട് ആപ്പിലാട്ടോ. ഞാൻ ഇൻഷോട്ട് ആപ്പിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഷോട്ട് ആപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ടാണ് വരിക കേട്ടോ. ഫസ്റ്റ് വീഡിയോ, പിന്നെ ഫോട്ടോ, പിന്നെ കോളേജ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ യൂട്യൂബിന് തമ്പനയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് ഗാലറിയിൽ നമ്മൾ ഏതാണോ ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചത് ആ ഒരു ഫോട്ടോ നമ്മൾ ഗാലറി പോയിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇതിന് ശേഷം ഇതിൻ്റെ സ്ക്രീന് നമുക്ക് ചേഞ്ച് ആക്കേണ്ടതുണ്ട്. കാരണം യൂട്യൂബിൽ നമുക്ക് 16:50 സ്ക്രീൻ വെക്കേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ക്യാൻവാസ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം 16:9 കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഒന്ന് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ട് ഔട്ട് എന്നുണ്ട്. ഈ കട്ട് ഔട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ പിക്ചർ ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഉള്ളത് അതങ്ങ് പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോൻ്റെ എൻ്റെ കൂടി ബോർഡർ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ഈ ഒരു ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യേണ്ട, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് നേരെ കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും മതിയെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ താഴെയുണ്ട്, അങ്ങനെ സ്കിപ്പ് ചെയ്ത താഴോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏതാ വെച്ചാൽ കൊടുക്കുക. അത് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് ഫേസ് ഒന്ന് കുറച്ച് വലുതാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ അത് റെഡിയാക്കി. അതിന് ശേഷം നമ്മളിവിടെ ഇനി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനിടയ്ക്ക് നമുക്കിനി പിക്ചർ ഒന്ന് എഡിറ്റ് ക്ലാരിറ്റി ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ കുറേ സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ട പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നേരെ നമ്മുടെ ടെക്സ്റ്റ് ഇല്ലേ, നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ എന്താണോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് എന്താണോ ആ ടെക്സ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബ് നമ്മളിതിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ സൈസ് നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ തന്നെ വെച്ചിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. അതേപോലെ അത് ടൈപ്പ് ചെയ്തതിനു ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മഴയിൽ പോലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് സിംഗിളായി മതിയെങ്കിൽ ഇതേപോലെ വൈറ്റും ബ്ലാക്കും ആയിട്ട് കിട്ടും. പിന്നെ ബോർഡറിലാണ് നമ്മൾ ബ്ലാക്ക് വന്നിട്ടുള്ളത് കണ്ടോ. ബ്ലാക്കിൻ്റെ സൈസ് ഇങ്ങനെ കൂടും നമ്മൾ അങ്ങോട്ടും കൂടി സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ ഷാഡോ, പിക്ചറിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ആണ്. ഗ്ലോ, നമുക്ക് അതിൻ്റെ ആ വൈറ്റിൽ ഒരു ഗ്ലോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചേഞ്ചിങ് ഇങ്ങനെ മാറി കാണിക്കും. പിന്നെ ലേബൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബോക്സ് ആണ്. ഇപ്പോൾ ഇതൊരു ബോക്സിലാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു ബോക്സ് ഇതേപോലെ ഈ ബോക്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ബോക്സ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അന്നേരം നമ്മൾ അതിൻ്റെ സൈസ് എന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി നമുക്ക് 100% തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് പല മോഡലാക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് ഏതാ മോഡൽ, അതിൻ്റെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സൈസ് ഇങ്ങനെ വലുതായി ഓരോ സ്പേസ് പോലെ ഇങ്ങനെ നിൽക്കും നമ്മുടെ അക്ഷരങ്ങൾ ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് നമുക്ക് അടിയിൽ വരയായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. ഡിസൈൻ ചേഞ്ച് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ കൊടുക്കാം. ഞാൻ പിന്നെ കൂടുതലും നോർമലി ആണ് ചെയ്യാറ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് തമ്പനയിൽ തന്നെ കിടക്കട്ടെ. ഇതിൻ്റെ അക്ഷരം കണ്ടില്ലേ, നമ്മളിപ്പോൾ ആ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തതിൻ്റെയാണെന്ന് നമുക്ക് മനസ്സിലാവത്ത്. കഴിയുന്ന നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ രീതിയിലുള്ള മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നേരത്തെ എഡിറ്റ് ചെയ്തതിൽ നമ്മൾ ആ സ്പേസ് കുറച്ച് കൂടിപ്പോയി. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ബോക്സ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക.
എഡിറ്റ് കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ രണ്ടാമത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ലേബൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ബോക്സ് ഒഴിവായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ബോക്സ് നമുക്ക് വേണ്ട, നമ്മളെ ഒഴിവാക്കി. അപ്പോൾ അവിടെ ഒരു വരയും വന്നിട്ടുണ്ട്. വര നമുക്ക് വേണ്ട നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഈ ഇതിലേക്ക് മാറ്റുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലായി. ഇതിൽ ടച്ച് ചെയ്തിട്ട് ക്രിയേറ്റ്, അങ്ങനെ നമ്മൾ വേണ്ടതൊക്കെ നമ്മൾ അതേപോലെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇത് എഡിറ്റിങ് വേറെ കുറേ ഉണ്ട്. കാരണം അതിപ്പോൾ ഇതിൽ പറയുന്നില്ല, അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് വേറെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ എടുത്ത് കാണാം. നമ്മളെ ഒരു യൂട്യൂബ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളെ ഫോട്ടോ ഒക്കെ വേണ്ട രീതിയിലൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിന് ശേഷം നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ പറയുക, നമ്മളെ ഫോട്ടോ സാധാരണ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ ഇൻഷോട്ട് എന്നുള്ളതിൻ്റെ വാട്ടർമാർക്ക് കാണാൻ പറ്റും. ആ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക, വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു പരസ്യം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ പരസ്യം കാണണമെന്നല്ല, അത് നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ പരസ്യം വരില്ല, നേരെ ഓപ്പൺ അല്ലാതെ തന്നെ കട്ട് ചെയ്ത് പോകും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്പോർട്ടിലും ഇതേപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പിക്ചർ ഇവിടെ സേവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ലോങ് വീഡിയോയ്ക്കൊക്കെ നമ്മൾ 16:9 സ്ക്രീൻ വെക്കേണ്ടത്, എന്നാലേ ആ സൈസ് അതിൽ നമുക്ക് പൊള്ളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് തിരിച്ചു പിടിച്ച് നമ്മളാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സൈസ് ഉണ്ടാവുക 16:9. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇതിലും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോകളുമായി നെക്സ്റ്റ് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ജ്യോതിഷ്. ബൈ.